ഇപ്പോൾ അഖിൻ എന്ന യാത്രക്കാരനുണ്ട് ശ്രീധരൻ. അഖിനിലേക്ക് പോയതിനു ശേഷം ഞാൻ വരാം. അഖിൻ, ബോർഡിംഗ് നടത്തിയതിന് ശേഷം പിന്നീട് യാത്രക്കാരെ പുറത്തിറക്കുകയായിരുന്നു അല്ലേ? അതെ അതെ അതെ, ഞങ്ങള് രാവിലെ 5:30ക്കാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അത് ഒരു അനൗൺസ്മെന്റ് ചെയ്തു, ഒരു 1 hour ലേറ്റ് ആണെന്ന്. അതിനുശേഷം പിന്നെ അവര് നമുക്ക് കുറെ നേരത്തേക്ക് ഒരു പ്രതികരണം ഇല്ല. അതിനുശേഷം ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിന് സാധാരണ മഴ വരുന്ന സമയത്തൊക്കെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു ബ്രിഡ്ജിങ് സിസ്റ്റം. അപ്പോ അതിന് പകരം ഡയറക്റ്റ് നമ്മൾ ബസ്സിന്ന് മഴയത്തുനിന്ന് ഒരു സാധാരണ ബസ്സിലേക്ക് ഓടി കയറുന്ന പോലെ അങ്ങനെ ആ രീതിയിലായിരുന്നു അവർ സ്റ്റെപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡോർ ഓപ്പൺ ആയിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ഈ വെള്ളം മുഴുവൻ വിമാനത്തിന്റെ ഉള്ളിലേക്ക് കയറിയും അതുപോലെ തന്നെ കോക്പിറ്റിന്റെ അകത്തേക്കും വെള്ളം കയറി. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഈ ഫ്ലൈ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ അവര് പറഞ്ഞിരുന്നത് കാലാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്, കണ്ണൂരിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ. എല്ലാവരെയും വിമാനത്തിൽ കയറ്റിയതിനു ശേഷം ബോർഡിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളെയൊക്കെ ഡീബോർഡ് ചെയ്തോ? ഇല്ല, ഞങ്ങൾ ബോർഡിംഗ് ചെയ്തു. ഏകദേശം 2 മണിക്കൂറോളം ഫ്ലൈറ്റിന്റെ അകത്ത് തന്നെ ഇരുന്നു. പിന്നെ പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് പൈലറ്റ് പ്രതികരിച്ചത്. ഇപ്പൊ നിങ്ങൾ എവിടെയാ, വിമാനത്താവളത്തിലാണോ ഉള്ളത്? ഇപ്പൊ നമ്മൾ തിരിച്ച് വിമാനത്താവളത്തില് ഇപ്പൊ സമയം 10:30 നമ്മള് 5:30 മുതൽ അതിനുശേഷം ഇപ്പൊ ഫ്ലൈറ്റിന് പുറത്തിറങ്ങിയതിനു ശേഷം ഏകദേശം 9:30 മുതൽ ഈ സമയം വരെ എയർപോർട്ടിലായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടാമതൊരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ആ ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇതുവരെ ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. ഓക്കെ. ഈ ഇത്രയും സമയമെടുത്തു. എയർ ഇന്ത്യ ഭക്ഷണവും വെള്ളവും ഒക്കെ സൗജന്യമായി നൽകുകയോ മറ്റോ ചെയ്തോ? ഇല്ല, വെള്ളം തന്നിരുന്നു. വെള്ളം നമുക്ക് സാധാരണ ഫ്ലൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലാസ്സിലും കുപ്പിയിലുള്ള വെള്ളം അത് തന്നിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വളരെ അനാസ്ഥ എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിവിശേഷമാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക്, കണ്ണൂർ എയർപോർട്ടിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ കണ്ണൂർ വിമാനം അനിശ്ചിതമായി വൈകുകയും യാത്രക്കാർക്ക് മതിയായ സൗകര്യങ്ങൾ നൽകാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും അവർ ബോർഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം വിമാനം പുറപ്പെടുമെന്നാണ് അറിയുന്നത്. ആദ്യം ഇവർ കയറിയ വിമാനത്തിൽ മഴവെള്ളം വീണതിനെ തുടർന്നാണ്, കോക്പിറ്റിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് യാത്രക്കാരനായ അഖിൻ വിശദീകരിച്ചത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിമാനം വൈകിയത്. ശ്രീധരൻ തുടർന്ന് ശ്രീധരൻ, രണ്ടാമതൊരു വിമാനം എത്തിച്ച് ഇപ്പോൾ അവരെ ആ വിമാനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ബോർഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം ആ വിമാനം കണ്ണൂരിൽ എത്തിച്ചേരും. പക്ഷേ ഒരു വലിയ വീഴ്ച അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി. യാത്രക്കാരെ, അത്യാവശ്യത്തിന് പോകേണ്ടവരാണല്ലോ വിമാനത്തിൽ പോകുന്നത്, യാത്രക്കാരെ 5-6 മണിക്കൂർ അവിടെ കുടുങ്ങുന്നതിലേക്ക് ആണ് ഈ കാര്യങ്ങളൊക്കെ നയിച്ചിട്ടുള്ളത്. എന്തെങ്കിലും വിശദീകരണം വിമാന കമ്പനി നൽകുന്നുണ്ടോ? വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള വിശദീകരണവും വന്നിട്ടില്ല. പക്ഷേ ഹൈദരാബാദ് വിമാനത്താവള അധികൃതരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ സാങ്കേതിക തകരാർ വിമാനത്തിനുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. എന്താണ് തകരാറെന്ന് സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ പകരം വിമാനം എന്നുള്ളത് ഏറെ വൈകിയാണ് എത്തിയത്. നോക്കൂ, 5:30ക്ക് ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനത്തിന് പകരം വിമാനം എത്തിയത് 10:15 കൂടിയാണ്. തുടർന്നാണ് ഇപ്പോൾ യാത്രക്കാരെ ബോർഡിംഗ് ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ വിമാനം പുറപ്പെടുന്ന സമയം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അഖിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. 2 മണിക്കൂറോളം ഇവർ ആ വെള്ളം കയറിയ വിമാനത്തിൽ ഇരിക്കേണ്ടി വന്നു. അത്രയും വലിയ ദുരവസ്ഥ തന്നെയാണ് ഉണ്ടായത്. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കണ്ണൂരിലേക്കുള്ളതാണ്, മലയാളികളാണ് കൂടുതൽ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ ഇങ്ങനെ കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. സാധാരണഗതിയിൽ വിമാന കമ്പനികൾ ഈ യാത്രക്കാർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കെയർ, അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, ഭക്ഷണമൊക്കെ നൽകാറുണ്ട്. അത്തരത്തിലൊരു നടപടി